കരങ്ങളെ നീട്ടുക പ്രിയതാതാ, നടപ്പിലൻ കാലുകൾ വഴുതാതെ, കിടക്കയിൽ ഹൃദയം പതറാതെ, മരിച്ചാലും ജീവിതം തകരാതെ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 51 സങ്കീർത്തനം അതിൻ്റെ 7 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാവങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. സ്തോത്രം. വചനം നമ്മളെ കേൾപ്പിക്കുന്നു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. നിർമ്മലനാകാനുള്ളൊരു മനസ്സ്, ദൈവസന്നിധി ചേർന്നിരിക്കാനൊരു മനസ്സ്, ദൈവത്തെ പാടി വാഴ്ത്തുവാനുള്ള മനസ്സ്, ദൈവത്തിന് വേണ്ടി കിന്നരം വായിക്കാനുള്ള മനസ്സ്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായ കർത്താവിൻ്റെ തിരുസന്നിധി തലമുറ തലമുറയായി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ആ നിർമ്മലമായ മനസ്സാ ഇവിടെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സ്തോത്രം. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കാതെ പോവോ? ലോകത്തിൻ്റെ മുമ്പിൽ ത്യജിക്കപ്പെട്ടവർ, പക്ഷെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം മാനിക്കുന്ന മക്കൾ. ആമേ. 8-ാം വാക്യം പറയുന്നു, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ എന്നാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. ഇതുവരെ നമ്മുടെ സങ്കടങ്ങൾ എരിഞ്ഞു പുകയുന്നൊരവസ്ഥ, നീറി നൊമ്പരപ്പെടുന്ന മനസ്സ്, പ്രതികൂല സാഹചര്യങ്ങളിൽ നിൽക്കാൻ പറ്റാത്ത വണ്ണം പല വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നു കുഴഞ്ഞു നിൽക്കുന്ന ഒരനുഭവം. എന്നാൽ ഇന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുക, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ അതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതെനിക്ക് കേൾക്കാൻ ഇടയാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ കർത്താവേ, ആ അസ്ഥികൾ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിപ്പാൻ തക്കവണ്ണം ദൈവം ഇത്ര മനോഹരമായ ആ ദൈവസ്നേഹം പകർന്നു തന്നുകൊണ്ട് കൂടെ നിൽക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന ദൈവം സ്വീകരിക്കാതെ പോവും. മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവമക്കളെ വിടുതല, സമാധാനമാ, സന്തോഷമാ. ആമേ, സ്തോത്രം. ഇനിയുള്ള കാലം കർത്താവിനോട് ചേർന്ന് ദൈവത്തെ പാടിയും പാഴ്ത്തിയും സ്തുതിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇടയാക്കട്ടെ. കാരണം നമ്മുടെ ബലഹീനത, നമ്മുടെ കുറവുകൾ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം. ആമേൻ. ലോകത്തിൻ്റെ മുമ്പിൽ ത്യജിക്കപ്പെട്ടവരാ, തള്ളപ്പെട്ടവരാ. എന്നാൽ എൻ്റെ കർത്താവ് നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ആമേ, സ്തോത്രം, ആ ദൈവരാജ്യത്തിന് ഓഹരിക്കാരായി തീരുവാൻ ഇത്രമാത്രം കരുണ കാണിക്കുന്ന ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ദൈവസ്നേഹത്തിന് തുല്യ നിൽക്കുവാൻ മറ്റൊന്നുമില്ല കർത്താവേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാവങ്ങളും എൻ്റെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അരികത്ത് വന്ന് ആണിപ്പഴുതുള്ള കരം തൊട്ട് കർത്താവെ, കാൽവരിയിലെ രക്തത്താൽ മുദ്ര വെച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഉപകരണങ്ങളാക്കി തീർക്കുന്ന ദൈവമേ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ കരസ്പർശനം ഈ സമയത്ത് തന്നെ അനുഭവിപ്പാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സകല മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും പ്രാർത്ഥനയ്ക്ക് ദൈവമായ കർത്താവെ അങ്ങ് ഉത്തരം കൊടുത്ത് കൂടെ നിൽക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും മാറാത്തവനായി കഷ്ടതയുടെ നടുവിൽ കർത്താവെ കരം പിടിച്ച് നടത്തുന്ന ദൈവം, ഒരിക്കലും മാറാത്തവനായി നിങ്ങളുടെ കൂടെയുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളൊക്കെയും ദൈവം സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പാ, കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.